അശഅരിയാക്കൾ എന്നറിയപ്പെടുന്ന കക്ഷികൾ, നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും അതുപോലെ മറ്റ് ചില കക്ഷികളും ഒക്കെ പറയുന്നത് ഞങ്ങൾ അശഅരികളാണ് എന്നാണ്. അശഅരികളാണ്. നമ്മുടെ നാട്ടിലെ പല കക്ഷികൾ ഇത് പറയാറുണ്ട്, സമസ്ത പറയാറുണ്ട്, തബ്ലീഗ് ജമാഅത്ത് പറയാറുണ്ട്. പലരും അവർ പറയും ഞങ്ങൾ അശ്അരി അഖീദയാണ് നമ്മുടെ അഖീദ എന്ന് പരസ്യമായി പറയുന്നവരാണ്. എന്താണ് ഈ അശ്അരി അഖീദ? അതൊരാളിലേക്ക് ചേർത്ത് പറയുന്ന അഖീദയാണ്. അബുൽ ഹസൻ അൽ അശ്അരി എന്നു പേരുള്ള പണ്ട് കാലത്ത് ജീവിച്ചൊരു പണ്ഡിതരിലേക്ക് ചേർത്തിട്ടാണ് ഈ അഖീദ പറയുന്നത്. നമ്മൾ പറയുന്നു നമ്മുടെ അഖീദ ആരുടെ അഖീദയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖീദയാണ്, അവിടുത്തെ സഹാബത്തിൻ്റെ അഖീദയാണ്. ഈ ഉമ്മത്തിലെ സലഫ് മുൻഗാമികൾ അവരുടെ ഏത് അഖീദയായിരുന്നു? ഇമാം ഷാഫിഈയുടെ അഖീദ, ഇമാം അഹ്മദിൻ്റെ അഖീദ, ഇമാം മാലിക്കിൻ്റെ അഖീദ, ഇമാം ബുഖാരിയുടെ അഖീദ, ഇങ്ങനെയുള്ള മഹാന്മാരായ മുൻഗാമികളായ ഇമാമിങ്ങളുടെ അഖീദ, അവരുടെ എല്ലാ അഖീദ ഒന്നായിരുന്നു. അതാണ് നമ്മുടെ അഖീദ, അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ അഖീദയല്ല. അബുൽ ഹസൻ അൽ അശ്അരി അഖീദയിൽ പല പുത്തൻ വാദങ്ങളും അദ്ദേഹത്തിൻ്റെതായി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. ആദ്യം അദ്ദേഹം മുഅ്തസിലിയ എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ വാദത്തിലേക്ക്, പുതിയൊരു വാദത്തിലേക്ക് വന്നു. ഇങ്ങനെ ഒരാളിലേക്ക് ചേർത്തി ഇതാണ് ഞങ്ങളുടെ അഖീദ എന്ന് പറയുന്നവരാണ് ഇവിടെയുള്ള കക്ഷികൾ. അതിൽ തന്നെ നോക്കൂ, അത് തന്നെ ഒരു അബദ്ധമല്ലേ? നമ്മുടെ അഖീദ അങ്ങനെ ഏതെങ്കിലും ഒരാളിലേക്ക്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാത്ത ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് ചേർത്തി പറയേണ്ട അഖീദയാണോ? അല്ല, ഇത് ഖുർആന്റെ സുന്നത്തിന്റെ അഖീദയാണ്. അപ്പോൾ നോക്കൂ, ആ വാദക്കാരായ ആളുകൾ പറയുന്നു അള്ളാഹിൻ്റെ സിഫത്തുകൾ എല്ലാം നമ്മൾ അംഗീകരിക്കില്ല, ചിലതെടുക്കും ചിലതെടുക്കുകയില്ല. അശ്അരിയാക്കളിൽ അവരിൽ അറിയപ്പെട്ടൊരു വാദമാണ് 7 സിഫത്തുകൾ നമ്മൾ അംഗീകരിക്കും, അള്ളാഹിൻ്റെ 7 വിശേഷണങ്ങൾ. അള്ളാഹുവിൻ്റെ വജ്ഹ്, അവൻ്റെ മുഖം, അവൻ്റെ കൈകൾ ഖുർആനും സുന്നത്തിലും വന്നതാണ്. അങ്ങനെയുള്ള സിഫത്ത് വന്നാൽ അവർ പറയും ഇത് നമ്മൾ അംഗീകരിക്കില്ല, ഇത് നമ്മൾ വ്യാഖ്യാനിച്ച് വേറെന്തെങ്കിലും ആണെന്ന് പറയും. എന്താ കാരണം? അവർ പറയും വജ്ഹ്, മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് മുഖമില്ലേ? അതുപോലെ ആയിപ്പോകും അള്ളാഹു. യാ സുബ്ഹാനല്ലാഹ്, ഇവൻ ആദ്യം അള്ളാഹുവിനെ പടപ്പുകളോട് ഇവൻ ആദ്യം സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ നിന്നാണ് അവൻ ഈ വാദമുണ്ടായത്. സഹോദര, അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളുടെ മുഖം പോലെയല്ല. അവന് വജ്ഹുണ്ട് എന്ന് അവൻ പറഞ്ഞതാണ്. അവൻ്റെ കൈകൾ എന്നത് അവൻ പറഞ്ഞതാണ്. അപ്പം ഇവൻ ആദ്യം തന്നെ പടപ്പുകളുടെ കൈകൾ പോലെ ചിന്തിക്കും, എന്നിട്ട് നിഷേധിക്കും. ഈ നിഷേധിച്ചിട്ട് അവൻ എത്തിച്ചേർന്നത് എവിടേക്കാണ്? ശരി, പടപ്പുകളിൽ കൈകൾ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുമില്ലേ? അള്ളാഹ്ക്ക് കൈകളില്ല എന്ന് പറഞ്ഞാൽ കൈകളില്ലാത്തവരോട് നീ സാദൃശ്യപ്പെടുത്തിയില്ല റബ്ബിന്. ഏതാ കൂടുതൽ മോശം? കൈകളില്ലാതിരിക്കുക എന്നത് ന്യൂനതയാണ്. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, ഇവർ അള്ളാഹുവിനെ കുറിച്ച് പടപ്പുകളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു എന്നതാണ് പ്രശ്നം. അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹുവിന് വജ്ഹുണ്ട്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച അവൻ്റെ മുഖം, അവന് കൈകളുണ്ട്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച കൈകൾ, അതവൻ്റെ സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. പടപ്പുകളെ പോലെ നമ്മൾ ചിന്തിക്കുകയില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഇതേ ആളുകൾ, ഈ അശ്അരികൾ എന്തു ചെയ്യും? നാട്ടിലെ സമസ്തക്കാർ പറയും അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തും വിശേഷണങ്ങളും തള്ളുകയില്ല. അള്ളാഹുവിന് അറിവുണ്ട്, ഇൽമു അള്ളാഹുവിനുണ്ട് എന്ന് പറയാറുണ്ട്. ശരി, നിങ്ങൾ ഈ പറഞ്ഞ ന്യായം അവിടെയും ചോദിക്കാലോ. അറിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാവൂലേ? കാരണം സൃഷ്ടികൾക്കും അറിവുണ്ട്, സൃഷ്ടികളിൽ ഉലമാ ഉണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവരിൽ പണ്ഡിതന്മാരുണ്ട്, അറിവുള്ളവരുണ്ട്. അപ്പോൾ അത് അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തലാവൂലേ? അപ്പോൾ അവർ പറയും ഇല്ല, അത് സൃഷ്ടികളുടെ അറിവ്, ഇത് റബ്ബിൻ്റെ അറിവ്. അള്ളാഹിൻ്റെ അറിവ് വേറെ, പടപ്പുകളുടെ അറിവ് വേറെ. സഹോദര, ഇതേ ഞാൻ ഇപ്പുറത്തും പറഞ്ഞാൽ മതി. അള്ളാഹിൻ്റെ വജ്ഹ് വേറെ, പടപ്പുകളുടെ വജ്ഹ് വേറെ. അള്ളാഹുവിൻ്റെ യദ്, അവൻ്റെ കൈകൾ വേറെ, പടപ്പുകളുടെ കൈകൾ വേറെ. ആ വജ്ഹല്ല ഈ വജ്ഹ്, ആ കൈകളല്ല ഈ കൈകൾ. ഏതുപോലെ? ആ അറിവല്ല ഈ അറിവ് എന്നതുപോലെ. ഈ അറിവ്, പടപ്പുകളുടെ അറിവ്, അത് ന്യൂനതയുള്ള അറിവാണ്. നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അറിവാണ്. പിന്നെ അറിവൊന്നും ഇല്ലാതെ പ്രായമെത്തുന്ന അവസ്ഥയിലേക്ക് പോകും. മറവി സംഭവിക്കുന്ന, അതുപോലെ അബദ്ധം സംഭവിക്കുന്ന അറിവാണ്. അള്ളാഹുവിൻ്റെ അറിവോ ഈ ന്യൂനതകളൊന്നുമില്ലാത്ത സമ്പൂർണ്ണമായ അറിവാണ്. എന്നതുപോലെ തന്നെ വജ്ഹായാലും അതുപോലെ കൈകളായാലും എല്ലാം, ഇതിലൊക്കെ സൃഷ്ടികൾക്കിടയിൽ വ്യത്യാസമുണ്ട്. പടപ്പുകളുടെ എല്ലാവരുടെയും മുഖം ഒരുപോലെയാണോ? അല്ല. ഒരു മനുഷ്യൻ്റെ മുഖവും ഒരു ആനയുടെ മുഖം ഒരുപോലെയാണോ? അല്ല. ഒരു ഉറുമ്പിൻ്റെ മുഖവും ഒരു പക്ഷിയുടെ മുഖം ഒരുപോലെയാണോ? അല്ല. എല്ലാത്തിനും വജ്ഹില്ലേ? വജ്ഹുണ്ട്. കൈകളിലെ കൈകളുണ്ട്, അതിൻ്റെതായ അറിവുണ്ട്. സൃഷ്ടികൾ തന്നെ ഒരുപോലെയല്ല. പിന്നെ എങ്ങനെയാണ് സൃഷ്ടികളും സൃഷ്ടാവായ റബ്ബും ഒരുപോലെ ആവുക? ഈ അടിസ്ഥാനമാണ് അഹ്ലുസുന്നത്തിൻ്റെ അടിസ്ഥാനം. എത്ര എളുപ്പമുള്ള കാര്യമാണ്. ഒരു പ്രയാസവുമില്ലാത്ത ദീനാണ്, ഒരു പ്രയാസവുമില്ലാത്ത വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ പിഴച്ച കക്ഷികളുടെ, അശ്അരിയാക്കളുടെ ആ വാദം പിൻപറ്റിയവരുടെ വിശ്വാസം ആളുകളുടെ തലകറക്കുന്ന
അന്താളിപ്പിലാക്കുന്ന വിശ്വാസമാണ്. ഇതുകൊണ്ടാണ് അവരിലെ നേതാക്കന്മാർ ഒടുവിൽ അന്താളിപ്പിലായി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എൻ്റെ കാര്യം മുഴുവൻ ഞാൻ പഠിച്ചത് മുഴുവൻ അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ വലിയ വലിയ നേതാക്കന്മാരായി എണ്ണുന്ന റാസി, ഗസാലി, ഇവരുടെയൊക്കെ സ്ഥിതി എന്താണ്? അവസാന കാലത്ത് മരണത്തിൻ്റെ അടുപ്പിച്ച സമയത്ത് ഞങ്ങൾ ഈ പഠിച്ചതൊക്കെ ആകെ ബാത്തിനാണ്, ഞാൻ എൻ്റെ ഉമ്മയുടെ ഈമാൻ എന്താണോ അതിലായി ഞാൻ ഇതാ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പഠിച്ചതൊക്കെ ഇൽമുൽ കലാം എന്ന് പറയും, ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയും. ഇതിലൂടെ വന്ന വാദങ്ങൾ അത് മുന്നിൽ വെച്ച് ഖുർആനും സുന്നത്തും പഠിക്കുക, അള്ളാഹിൻ്റെ സിഫത്തുകളെ അങ്ങനെ വ്യാഖ്യാനിക്കുക. ഇതൊക്കെ ആളുകളെ തലയില്ലാത്ത ഒരറ്റവുമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. എന്നാൽ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം അൽഹംദുലില്ലാഹ് എളുപ്പമാണ്. കാരണം നമ്മൾ വേറെന്തെങ്കിലും തത്വജ്ഞാനങ്ങൾ മുന്നിൽ വെച്ചിട്ടല്ല അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അള്ളാഹിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എത്ര എളുപ്പം, എത്ര വ്യക്തം.